ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിക്ടബേറിന് ദൈവം നൽകിയ വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചാണ്. 1 കൊരിന്തോസ് 12-ാം അധ്യായം 9-10 തിരുവചനത്തിൽ പറയുന്നു, വിശ്വാസപരവുമുണ്ട്, വിവേചനാപരവുമുണ്ട്. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ വരം? എന്താണ് ഈ വിവേചനാപരം? ഈശോയെ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കുക, ആ കർത്താവിൻ്റെ വചനത്തോടും ദൈവപുത്രനായ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. ഇതാണ് ആ ഒരു വിശ്വാസമാണ് വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് ദൈവം കൊടുത്തത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശുദ്ധ പത്രോസ്ലീഹ ഈശോയെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു വലിയ കൃപാവരം ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു. ദൈവത്തെ അന്ധമായിട്ട് വിശ്വസിക്കുക, ഒരു ചോദ്യവും ചോദിക്കാതെ ആ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ സത്യത്തിലും പരിപൂർണമായിട്ട് വിശ്വസിക്കാനുള്ള ഒരു കൃപാവരമാണ് വിശ്വാസവരം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ആത്മാക്കളെ വിവേചിച്ചറിയുവാനുള്ള ഒരു കൃപ. എന്താണ് ഈ ആത്മാക്കളെ വിവേചിച്ച് അറിയുക? നന്മ എന്താണ്, തിന്മ എന്താണ്, പാപം എന്താണ്, അശുദ്ധി എന്താണ് എന്നെല്ലാം എപ്പോഴാണ് നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കുക? ലേവ്യർക്ക് എഴുതിയ പുസ്തകം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധിയും അശുദ്ധിയും ശുദ്ധവും അശുദ്ധവും നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ വിശുദ്ധി വർദ്ധിക്കും തോറുമാണ് വിശുദ്ധവും അശുദ്ധവും നമ്മൾ തിരിച്ചറിയുക. നമുക്ക് സാധിക്കാതെ നമുക്ക് എല്ലാം ഒരുപോലെ കാണാൻ സാധിക്കുകയുള്ളൂ. യാഥാർത്ഥ്യം എന്താണ്, സത്യം എന്താണ്, വചനം എന്താണ്, നീതി എന്താണ് എന്നുള്ള കാര്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വേണം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ വേണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സകല സൃഷ്ടിയുടെയും ഉടയവനാണ്. ആ ദൈവത്തെ നമ്മൾ നീതിയോടെ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തെ നമ്മൾ പരിപൂർണ ഹൃദയത്തോടെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മിലേക്ക് വർഷിക്കുകയാണ്. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, 1 പത്രോസ് 1:15-16 തിരുവചനത്തിൽ, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ആ പരിശുദ്ധിയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ആ പരിശുദ്ധി നമ്മിലേക്ക് വരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായിട്ടുള്ളത് എന്താണെന്ന് വിവേചിച്ചറിയുവാനുള്ള വിവേചന വരം ദൈവം നമുക്ക് തരുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഫറവോയുടെ അടുത്ത് അങ്ങയെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദൈവം ദൈവത്തെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. ദൈവം പറയുകയാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, ഞാൻ തന്നെ ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവം ദൈവത്തെ തന്നെ വ്യക്തികളിലൂടെ അയക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയും വിശുദ്ധിയും മോശയിലേക്ക് ദൈവം വർഷിക്കപ്പെടുകയാണ്. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ മോശ മലമുകളിലേക്ക് കയറിയപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി വന്ന് മോശയിൽ ആവസിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തിൻ്റെ ആ പ്രകാശത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. അത്രമാത്രം ശക്തിയിലാണ് ദൈവം, അത്രമാത്രം പ്രകാശമാണ് ദൈവം. ആ പ്രകാശത്തിലേക്ക് അവിടെ നമ്മളെ ഓരോ സമയങ്ങളും ആകർഷിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ഞാൻ സർവശക്തനായ ദൈവമാണ്, അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഞാൻ തന്നെ ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന ആ സർവശക്തമായ നാമമാണ്. മനുഷ്യർക്കൊരിക്കലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയോ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രാഭവത്തെയോ തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം അത്രമാത്രം വലിയ ശക്തിയാണ് നമ്മുടെ സർവശക്തനായ കർത്താവ്. ആ സർവശക്തിൻ്റെ അനുഗ്രഹമാണ് ഈ നന്മയും തിന്മയും ജീവനും മരണവും ഒക്കെ തിരിച്ചറിയുവാനുള്ള ഒരു കൃപ കർത്താവ് നമുക്ക് തരുന്നത്. മനുഷ്യരായ നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ പലപ്പോഴും ആ യാഥാർത്ഥ്യത്തെ, ദൈവത്തെ തിരിച്ചറിയുന്നില്ല.
ദൈവത്തെ മനസ്സിലാക്കുന്നില്ല. അതാണ് 2 കൊറിന്തോസ് 4:3-4 തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ദേവൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്ധമാക്കിയിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മൾ വരണം. ആ ക്രിസ്തുവിൻ്റെ ശക്തിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തനം 139 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാം കാണുന്ന ദൈവം, നമ്മളിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒരു വാക്ക് നമ്മുടെ വായിൽ എത്തുന്നതിന് മുമ്പേ തിരിച്ചറിയുന്നവനായ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകം 23 അധ്യായം 19 തിരുവചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. മനുഷ്യൻ്റെ എല്ലാ നിഗൂഢ സ്ഥലങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും കണ്ടുപിടിക്കുന്നതാണ് ഈ ദൈവിക രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ ശക്തി. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം പ്രകാശമാണ്. 1 യോഹന്നാൻ 1:5-10 വരെയുള്ള തിരുവചനത്തിൽ ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. നമ്മൾ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം നമ്മൾ അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരായി മാറും? വ്യാജം പറയുന്നവരായി മാറുകയാണ്. കർത്താവിൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ അന്ധകാരത്തിൽ ഈ തിന്മയുടെ ശക്തിക്ക് അടിമപ്പെട്ട് നടക്കുമ്പോൾ നമ്മൾ വ്യാജം പറയുന്നവരാകും. മാത്രമല്ല നമ്മൾ ദൈവത്തെ വ്യാജം പറയുന്നവന് ആക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:5-10 വരെയുള്ള വചനത്തിൽ. അതുപോലെ തന്നെ ജോബിൻ്റെ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ജോബിനെക്കുറിച്ച് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകനായിരുന്നു ജോബ്. അദ്ദേഹം ഒത്തിരിയേറെ പീഡകളിലൂടെ കഷ്ടതകളിലൂടെയൊക്കെ കടന്നുപോയി, വളരെയേറെ സമൃദ്ധിയിലൂടെ കടന്നുപോയി. അവിടെയെല്ലാം അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അതിൽ അവസാന ഭാഗം നമ്മൾ നോക്കുമ്പോൾ ജോബിൻ്റെ പുസ്തകത്തിൽ 38-41 വരെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം സംസാരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സംസാരം നമ്മളൊന്ന് വായിച്ചാൽ അതിലും അനേകം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ സൃഷ്ടി മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ കടന്നു പോകുന്നു. സർവ്വചരാചരങ്ങളും ദൈവിക പദ്ധതികളിലൂടെയും ദൈവിക ശക്തിയിലൂടെയും കടന്നു പോകുമ്പോൾ ഏറ്റവും നികൃഷ്ടനായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വാല്യൂ എന്താണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40 അധ്യായം 8 തിരുവചനം, യെശയ്യാ 40:22 കൃമിക്ക് തുല്യമാണ്, വിട്ടിലുകൾക്ക് തുല്യമാണ് മനുഷ്യന്. അത്രമാത്രം ചെറുതാണ് മനുഷ്യൻ. സങ്കീർത്തകൻ ചോദിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങ് എന്നെ ഓർക്കാൻ മാത്രം ഞാൻ ആരാണ്? അത്രമാത്രം മനുഷ്യനെ ദൈവം ഓർക്കുകയാണ്. കർത്താവിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് സകലത്തിൻ്റെ മേലുള്ള അധികാരം ദൈവം നമുക്ക് തരികയാണ്. എന്തിനു വേണ്ടി? ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 അധ്യായത്തിൽ നീതിയിലും വിശുദ്ധിയിലും തൻ്റെ ജനത്തെ ഭരിക്കുവാൻ വേണ്ടി എല്ലാത്തിൻ്റെ മേലുമുള്ള അധികാരം ദൈവം മനുഷ്യർക്ക് നൽകി. അപ്പോൾ ഈ വിവേചന വരത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവത്തിൻ്റെ നിഗൂഢമായ സത്യങ്ങളും രഹസ്യങ്ങളും ഏറ്റവും വിട്ടിലുകൾക്ക് തുല്യമായ മനുഷ്യർക്ക്, പുഴുവും കൃമിയുമായ മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, 1 കൊറിന്തോസ് 2 അധ്യായം 16 തിരുവചനത്തിൽ, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവനാരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ആ സർവശക്തനായ ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് ദൈവം കൃപ കൊടുത്തു. എങ്ങനെ? അദ്ദേഹം ക്രിസ്തുവിനെ സ്വീകരിച്ച്, അതുവരെ അദ്ദേഹം സഭയെ പീഡിപ്പിച്ചു, ക്രിസ്തുവിനെ പീഡിപ്പിച്ചു. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ,
അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് എന്നെല്ലാം സർവശക്തനായ ദൈവം വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അദ്ദേഹം പരിപൂർണമായിട്ട് ദൈവത്തിന് അടിയറ വെച്ച് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് വിശുദ്ധ പൗലോസ്ലീഹായെ ദൈവം കൊണ്ടുപോവുകയാണ്. ആ സഹനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് എൻ്റെ നാമത്തെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹായോട് ദൈവം പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ ആ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് പോരാടുകയാണ്. എല്ലാത്തിനെയും വിവേചിച്ചറിയുവാനുള്ള ആ വലിയ കൃപ വിശുദ്ധ പൗലോസിന് ദൈവം കൊടുത്തു. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ എല്ലാം ഈ കൊറിന്തോസുകാർക്ക് ലേഖനത്തിൽ ഇതെല്ലാം എഴുതി വെക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച്, ഓരോ വിശുദ്ധർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ പല അവയവങ്ങളും ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഒക്കെ വിശുദ്ധ പൗലോസിന് ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം എഴുതി വച്ചിരിക്കുക. വിശുദ്ധ പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തിൻ്റെ സത്യം നിലനിർത്തുവാൻ അദ്ദേഹത്തിന് പല സത്യങ്ങളും വിളിച്ചു പറയേണ്ടിയിരുന്നു. അദ്ദേഹം ദൈവവചനത്തിൽ മായം ചേർത്തിരുന്നില്ല. അത്രമാത്രം തീഷ്ണതയോടും ശക്തിയോടും സത്യത്തോടും കൂടിയായിരുന്നു കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 6 തൊട്ട് 10 വരെയുള്ള തിരുവചനത്തിൽ വളരെ ശക്തമായിട്ട് ആ സുവിശേഷത്തിൻ്റെ സത്യത്തെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരികുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞതിന് പ്രകാരം ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ ഇത്ര ശക്തമായിട്ട് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ദൈവം ആ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ഈശോ തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ആ ഈശോയിലൂടെ മാത്രമാണ് യഥാർത്ഥ സുവിശേഷം. ആ ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് യോഹന്നാൻ സ്ലീഹായും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഈ സത്യം വളരെ ശക്തമായി പ്രഘോഷിക്കപ്പെടുക? ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് പ്രഘോഷിക്കപ്പെടാത്ത സുവിശേഷങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഞാൻ പ്രസംഗിച്ചല്ല മറ്റൊരു സുവിശേഷം ആരെങ്കിലും വന്ന് പ്രഘോഷിച്ചാൽ നമ്മളും ഏറ്റവും ശ്രദ്ധിക്കേണ്ട, നമ്മൾ വിവേചിച്ചറിയേണ്ട ഒരു കാര്യമാണ്. 2 യോഹന്നാൻ 6 തൊട്ട് 11 വരെയുള്ള തിരുവചനത്തിൽ അതാണ് വിശുദ്ധ കൂദാശകളിലൂടെ സഭയിലൂടെ ദൈവം നമുക്ക് തരുന്ന യഥാർത്ഥ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ആ വിശുദ്ധിയിലേക്ക് നമ്മൾ വരിക. അവിടെയാണ് ദൈവത്തിൻ്റെ ചൈതന്യം, അവിടെയാണ് യഥാർത്ഥ വിധേയത്വം, അവിടെയാണ് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സമാധാനം നമ്മുടെ ഹൃദയത്തെ സ്വീകരിക്കുന്നത്. ആ വിശുദ്ധ പത്രോസിക്കൂടെയും പൗലോസിക്കൂടെയും നമ്മൾ ക്രിസ്തുവിനെ കാണുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ആ സുവിശേഷത്തിൻ്റെ സത്യം നിലനിർത്തുവാൻ എപ്പോഴും ജാഗരൂകത പാലിക്കണം എന്ന് വിശുദ്ധ പൗലോസ്ലീഹ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ 4-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ ചെന്ന് എത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. അത് സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയപ്പോൾ അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. അത്രമാത്രം ശക്തിയോടെ നിന്നവനാണ് വിശുദ്ധ പൗലോസ്ലീഹ. ഈ സുവിശേഷത്തിൻ്റെ സത്യത്തെ നമ്മളെപ്പോഴും വിവേചിച്ചറിയണം. യഥാർത്ഥത്തിലുള്ളത്, അതാണ് ഈശോ പലപ്പോഴും പറയുന്നുണ്ട്,
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഈശോ പറയുക? അത്രമാത്രം യേശു ഉറപ്പിച്ച് പറയുന്ന പല കാര്യങ്ങളിലും ഈശോ സത്യം സത്യം എന്ന് പറയുന്നുണ്ട്. ഈശോയുടെ ആ യാഥാർത്ഥ്യത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ യഥാർത്ഥ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോ തൻ്റെ യഥാർത്ഥ ശരീര രക്തങ്ങളെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തുകയാണ്. അതിൽ മായം ചേർക്കാത്തതാണ് ക്രിസ്തുവിൻ്റെ ആ ബലിയിൽ. നിഷ്കളങ്കമായ ബലിയാണ് ഈശോയുടേത്. ഒരു മാലിന്യവും ഏൽക്കാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയാണ് നമ്മുടെ കർത്താവിൻ്റേത്. അതിൽ സത്യം നിലനിൽക്കുന്നു, ജീവൻ നിലനിൽക്കുന്നു, നിഷ്കളങ്കത നിലനിൽക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ആ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലോകത്തിൽ ഒറിജിനലുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആ ഒറിജിനൽ തിരിച്ചറിയാൻ സാധിക്കുക? ഒറിജിനലിൻ്റെ അതേ രൂപത്തിലായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. ഒരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാത്ത വിധം അത്രമാത്രം അതേ രൂപത്തിൽ വരുന്നതായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? കർത്താവിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ യാഥാർത്ഥ്യം എന്താണ്, സത്യം എന്താണ്, നീതി എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാം വളരെ വ്യക്തവും അനാവൃതവുമാണ്. ആ സർവശക്തനായ ദൈവത്തെ കബളിപ്പിക്കാൻ സാധിക്കില്ല. ആ സത്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കും ദൈവത്തിന്. ആ ദൈവാത്മാവ് വസിക്കുമ്പോൾ, വിവേചനാവരത്തിൻ്റെ കൃപ വരുമ്പോൾ, ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തമ്മിൽ തിരിച്ചറിയുവാനുള്ള ആ വലിയ കൃപ ദൈവം കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. യഥാർത്ഥത്തിലുള്ള സത്യത്തെ സംരക്ഷിക്കുക. കച്ചവടങ്ങളും ലോകത്തിൻ്റേതായിട്ടുള്ള സകലതും എടുത്ത് സഭ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, സത്യത്തിലും നീതിയിലും ദൈവരാജ്യം ഭരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ ഒറിജിനൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുക. നമ്മളുടെ സ്വഭാവങ്ങളിലും നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് എപ്പോഴാണ്? നമ്മളെ ഉരച്ചുരച്ച് നോക്കുമ്പോൾ നമ്മളിലുള്ള യാഥാർത്ഥ്യം പുറത്തു വരും. എത്രമാത്രം തിന്മ നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ഈശോയുടെ രാജ്യം എപ്പോഴും വിശുദ്ധീകരിക്കുന്ന രാജ്യമാണ്, ശുദ്ധീകരിക്കുന്ന രാജ്യമാണ്. ഇതിനാണ് നമുക്ക് അവിടെ നിന്ന് ശിക്ഷണവും ശാസനവും തരുന്നത്. നമ്മളെ അത്രമാത്രം ശുദ്ധിയുള്ളവരായി കാണപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. പ്രഭാഷൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നു, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ശൂളയിൽ ദൈവത്തിന് സ്വീകാര്യനായ മനുഷ്യനും. നമ്മൾ ദൈവത്തിന് സ്വീകാര്യനായ മനുഷ്യനാകണമെങ്കിൽ ഈ ചൂളയിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് വരുമ്പോഴാണ് ആ യഥാർത്ഥ വ്യക്തികളായിട്ട് നമ്മൾ മാറുക. വിക്ടമറിനെ സംബന്ധിച്ചിടത്തോളം ആ വിവേചന വരത്തിൻ്റെ കൃപ ദൈവം കൊടുത്തു. ബ്രദർ പലപ്പോഴും പറയാറുണ്ട്, വിധിയും വിവേചനവും രണ്ടും രണ്ടാണ്. മനുഷ്യനെ പലപ്പോഴും നമ്മൾ വിധിക്കാറുണ്ട്. നമ്മുടേതായ സ്വാർത്ഥതയിൽ, നമ്മുടേതായ ദൃഷ്ടിയിൽ ഒക്കെ നമ്മൾ വിധിക്കാറുണ്ട്. അതുപോലെ നമ്മൾ കണ്ടതും കേട്ടതും വെച്ച് നമ്മൾ വിധിക്കാറുണ്ട്. ഇതിൻ്റെ സത്യം തിരിച്ചറിയുന്നത് ത്രിത്വേക ദൈവത്തിനാണ്, പരിശുദ്ധാത്മാവായ ദൈവത്തിനാണ്. വിവേചനത്തിൻ്റെ കൃപ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തെ, നീതിയെ തിരിച്ചറിയുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ സഭ എങ്ങനെയാണ് വിശുദ്ധരാക്കുന്നത്? ഓരോ വ്യക്തിയും സഭ വിശുദ്ധരാക്കണമെങ്കിൽ അതിൻ്റെ മാറ്റൊരച്ചൊരച്ചൊരച്ച് നോക്കി അതിലെ സത്യത്തെയും നീതിയെയും തിരിച്ചറിഞ്ഞ് അതിൽ നിന്നാണ് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക. അതിന് പല സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയാണ് അവർ ആ ശുശ്രൂഷ ചെയ്യുക. അതിനു വേണ്ട പഠനങ്ങൾ അവർ നടത്തും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിലും നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം. സത്യത്തിനും നീതിയിലും നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കപ്പെടണം. പാപത്തെ വെറുത്തുപേക്ഷിച്ച്
അശുദ്ധിയെ വെറുത്തുപേക്ഷിച്ച് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് വിശുദ്ധി നമ്മിലേക്ക് വരിക. യെശയ്യാ പ്രവാചന പുസ്തകം 11-ാം അധ്യായം 3-4 തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആത്മാവിനെക്കുറിച്ച് പറയുകയാണ്. യഥാർത്ഥ ആത്മാവ് എങ്ങനെയാണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അതിൽ വിവേകത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ വിധി നടത്തുകയില്ല. ദരിദ്രനെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. നമ്മൾ വിധി നടത്തുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടും ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടുമാണ്. പക്ഷേ സർവശക്തനായ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ എല്ലാ മനുഷ്യരുടെ മേലും പതിക്കുന്നതിലൂടെ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ട് ഒരിക്കലും വിധി നടത്തുകയില്ല. ഹൃദയ രഹസ്യങ്ങൾ പരിശോധിക്കുന്നവനാണ് ദൈവം. ലോകം ദ്വേഷിക്കുമ്പോഴും ലോകം മാറ്റി നിർത്തുമ്പോഴും ആ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ ദൈവരാജ്യം വിജയിക്കുക, സത്യം വിജയിക്കുക. വിശുദ്ധ പത്രോസ്ലീഹായും പറയുന്നുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. പാപത്തിൽ വീഴാതെ നമ്മൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ട. 1 പത്രോസ് 5-10 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ജാഗരൂകരായിരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നമ്മൾ ആ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് സകലമാന തിന്മകളും സാത്താൻ്റെ സകല തന്ത്രങ്ങളും നമ്മുടെ നേരെ ഉണ്ടാകുക. അപ്പോഴാണ് നമ്മുടെ ആന്തരിക കണ്ണുകൾ എപ്പോഴും തുറക്കപ്പെടുന്നത്. ഈ പുണ്യവാന്മാർക്കൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് എന്താണ്? ആന്തരിക നേത്രങ്ങൾ അവരുടെ തുറന്നു കൊടുത്തു. ഈ തുറന്നു കൊടുത്തതിലൂടെ അവരെപ്പോഴും ജാഗരൂകരായിരുന്നു. അവർ സത്യത്തെ തിരിച്ചറിഞ്ഞിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥ കുരിശും ഡ്യൂപ്ലിക്കേറ്റ് കുരിശും. സാത്താൻ കൊണ്ടുപോയി ഒറിജിനൽ അല്ലാത്ത കുരിശ് വിശുദ്ധനെ കാണിച്ചപ്പോൾ അത് തിരിച്ചറിയുവാനുള്ള കൃപ ദൈവം വിശുദ്ധന് കൊടുക്കുകയാണ്. വിശുദ്ധരുടെ എല്ലാം അടുത്ത് ചെന്ന് പലപ്പോഴും സാത്താൻ കബളിപ്പിക്കാറുണ്ട്, പല വേഷങ്ങൾ കെട്ടിച്ചെല്ലാറുണ്ട്. അതെല്ലാം തിരിച്ചറിയുവാനുള്ള സുബോധം ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11-14 തിരുവചനത്തിൽ പറയുകയാണ്, അത്ഭുതപ്പെടേണ്ട, പിശാചുക്കൾ പോലും പ്രഭാപൂർണമായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നുവെങ്കിൽ അതിനെന്തത്ഭുതം. അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. പറയാണ്, പ്രഭാപൂർണനായ ദൈവദൂതനായിട്ട് സാത്താനും വേഷം കെട്ടാറുണ്ടല്ലോ. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. ദൈവഹിതം എന്തെന്ന്, നല്ലത് പ്രീതിജനകമോ പരിപൂർണമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുമ്പോഴാണ്. അത്രമാത്രം ദൈവിക ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മളെ ആ ഒറിജിനലിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. വിക്ടബറിൻ്റെ പല അനുഭവങ്ങളുമുണ്ട്. അദ്ദേഹം ധ്യാനം കൂടി തിരിച്ചു വന്നപ്പോൾ ആദ്യമേ അദ്ദേഹത്തിന് മനസ്സിലായത്, മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ കള്ളത്രാസ് പ്രവർത്തിക്കുന്നത് പെട്ടെന്ന് ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. കബളിപ്പിക്കാൻ വരുന്ന പല വ്യക്തികളെയും തിരിച്ചറിയുവാനും അതിലൂടെ ആ ഹൃദയ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അനേകം സംഭവങ്ങൾ ബ്രദറിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എത്രമാത്രം നിഗൂഢമായിരിക്കുന്ന പാപബന്ധനങ്ങളെയും കണ്ടെത്തി അത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരിൽ നിന്ന് ആ പാപത്തെ എടുത്തു മാറ്റി അവിടെ ദൈവസ്നേഹത്താൽ നിറയ്ക്കുവാനുമുള്ള ഒരു അനുഗ്രഹം വിക്ടബറിന് ദൈവം കൊടുത്തിരുന്നു. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും മനസ്സിലാക്കാനുള്ള ആ വലിയ വിവേചനാപരം ദൈവം ബ്രദറിന് കൊടുത്തിരുന്നു. ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് ആ വ്യക്തിയിലുള്ള കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്തതുപോലെ തിരിച്ചറിയുവാനുള്ള വലിയ
അനുഗ്രഹം ദൈവം ബ്രദറിന് കൊടുത്തിരുന്നു. അപ്പോൾ ഈ വിവേചനപരം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയാണ്. അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ വരുന്നത്. വിശുദ്ധി പാലിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് വിവേചനാപരം കർത്താവ് തരുന്നത്. യഥാർത്ഥം എന്താണെന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്നും തിരിച്ചറിയുവാനുള്ള കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. വിക്ടബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, അമ്മ ത്രസ്യ പുണ്യവതി വന്നാൽ പലരും ക്യൂ നിർത്തും. വിശുദ്ധ പത്രോസും പൗലോസും ഒക്കെ വന്നാൽ ക്യൂ നിർത്തും. കാരണം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതേസമയം കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ യഥാർത്ഥ ഗ്രേസിലുള്ളവരെ തിരിച്ചറിയുവാനും സാധിക്കും. പല ചൈതന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ അവയവങ്ങൾക്കും ദൈവം ഓരോ ജോലികളാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധർക്കും ദൈവം ഓരോ ചൈതന്യമാണ് ദൈവം കൊടുക്കുന്നത്. 1 കൊരിന്ത്യർ 15:41 പറയുന്നുണ്ട്, സൂര്യൻ്റെ തേജസ്സൊന്ന്, ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. തേജസ്സുകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യമല്ല വിശുദ്ധ അഗസ്തീനോസിന് ദൈവം കൊടുത്ത ചൈതന്യമല്ല വിശുദ്ധ അന്തോനീസിൻ്റേത്. മദർ തെരേസയുടെ ചൈതന്യമല്ല അമ്മ ത്രസ്യ പുണ്യവതിയുടെ ചൈതന്യമല്ല കൊച്ചുത്രസ്യ പുണ്യവതിക്ക്. ഇങ്ങനെ ഓരോ വിശുദ്ധർക്കും ഓരോ ചൈതന്യങ്ങളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ്. നമ്മൾ ആ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ 2 തിമോത്തി 3:14 പറയുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. നമ്മൾ വിശുദ്ധി എവിടെ നിന്നാണ് പഠിച്ചത്? ദൈവസ്നേഹം എവിടെ നിന്നാണ് പഠിച്ചത്? എളിമ എവിടെ നിന്നാണ് പഠിച്ചത്? കർത്താവിൻ്റെ കൂദാശകളുടെ രഹസ്യങ്ങളെക്കുറിച്ച് എവിടെ നിന്നാണ് പഠിച്ചത്? നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവുമായിട്ട് ഒന്നായി വളർത്തുന്നത് എവിടെയാണ്? അവിടെ അത് ഏതെന്ന് കണ്ട്, നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നത് എന്തെന്ന് കണ്ട് നമ്മളവിടെ സ്ഥിരമായി നിൽക്കുക. അതിലൂടെയാണ് നമുക്ക് കൂടുതൽ വളരുവാൻ സാധിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഭയിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാറുണ്ട്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആത്മാവിനും വളർച്ചയാണോ പലരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുക? നമ്മുടെ ആത്മാവ് താഴ്ചയാണോ സംഭവിക്കുക? നമ്മൾ പല പാപത്തിലേക്ക് പോകുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ വിവേചിച്ചറിയണം. അതാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വചനം. എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നമ്മളെ ആത്മാവിൽ വളർത്തുന്നവരെയും നമ്മുടെ ആത്മീയ ഫലങ്ങൾ കട്ട് ചെയ്തു പോകുന്ന പല ഡിനോമിനേഷനുമുണ്ട്. നമ്മൾ ആ ക്രിസ്തുവിൻ്റെ ശാഖയോട്, ദൈവസ്നേഹത്തോട് നമ്മളെങ്ങനെ ചേർന്ന് നിൽക്കണം? കർത്താവിൻ്റെ കൂദാശകളോട്, വിശുദ്ധ കുർബാനയോടൊക്കെ നമ്മൾ എങ്ങനെ ചേർന്ന് നിൽക്കണം? അതുപോലെ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ പലതിലേക്കും പോകുമ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്നത് ചിലപ്പം തകർച്ചയായിരിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ കീഴിൽ ശാന്തമായിട്ടിരിക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളൂ. അത്രമാത്രം എളിമയോടെ ഇരിക്കുമ്പോൾ ശാസനകളും ശിക്ഷണങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ആ ദൈവിക കൃപയിലേക്ക് നമ്മൾ വരിക. ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം ഒരു ഉപമ പറയുകയാണ്. മുന്തിരിച്ചെടിയും കഴുകന്മാരെക്കുറിച്ചും 2 കഴുകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കഴുകൻ വളരെ നന്നായിട്ട് നട്ടുപിടിപ്പിക്കുകയാണ്. മറ്റൊരു കഴുകൻ അതേ രൂപത്തിൽ വരുമ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ വളരുന്നതിൽ കൂടുതൽ വളർത്തുക. അതിനാണ് സഭ നമുക്ക് ആത്മീയ പിതാക്കന്മാരെ തന്നിട്ടുണ്ട്, കുമ്പസാരക്കാരന്മാരെ തന്നിട്ടുണ്ട്. ആ ചൈതന്യത്തിൽ തന്നെ വളരുവാൻ, ആ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുവാൻ, ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട് നമ്മളെപ്പോഴും ചേർന്നിരിക്കുവാൻ, ആ ഈശോയുടെ വചനത്തിനോടും കർത്താവിൻ്റെ കൂദാശകളോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ, ആ യഥാർത്ഥ കഴുകനെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം.
നമ്മളതിനോട് ചേർന്ന് നിൽക്കണം എന്നാണ് എസെക്കിയേൽ പ്രവാചകനിലൂടെ നമ്മളോട് ദൈവം അരുളി ചെയ്യുക. ഒരിക്കലും നമ്മൾ പറിച്ചു നട്ടാൽ തഴച്ചു വളരില്ല, അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്രയേറെ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ നമ്മൾ വിവേചിച്ചറിയണം. നമ്മുടെ തിരുസഭയ്ക്ക് നല്ല ആത്മീയ പിതാക്കന്മാരെ, നല്ല ആത്മീയ ഗുരുക്കന്മാരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരെ നൽകുവാൻ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പ്രാർത്ഥിക്കുക. അതിലൂടെ അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനായിട്ട്, വിശ്വാസത്തിലേക്കും സന്മാർഗത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കപ്പെടുന്ന അനേകരും നമുക്കുണ്ടാവണം. അതിന് വിശ്വാസികളുടെ കടമയാണ് അവരെ ശക്തിപ്പെടുത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും. നമ്മൾ അനേകർ വിശുദ്ധരായി ജീവിക്കുന്ന അനേകർ വളരെ രഹസ്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ നന്മയുടെ ഫലമാണ് ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നത്. മിണ്ടാമടങ്ങൾ, ക്രിസ്തുവിനെ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇതിലൂടെ അവരുടെ പ്രാർത്ഥിക്കുന്നത് പല സ്ഥലങ്ങളിലേക്കും തരംഗങ്ങളായി പോകുമ്പോഴാണ് അനേക ആത്മീയ പിതാക്കന്മാർ നമുക്കുണ്ടാകുക. അങ്ങനെയൊരു കൃപ കർത്താവ് നമുക്ക് തരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ക്രിസ്തുവിൻ്റെ വചനത്തിനോട് വിശുദ്ധ പൗലോസ്ലീഹ പുലർത്തി പോലെ പൂർണ്ണ വിശ്വസ്തത പുലർത്തുവാനും, നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഈ നിധി മൺപാത്രത്തിലാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വിശുദ്ധി പാലിക്കുവാനും ഓരോ ദിവസങ്ങളിലും ക്രിസ്തുവിനോട് ചേർന്ന് രൂപാന്തരപ്പെടുവാനും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസപരവും വിവേചനപരവും ഒന്നിച്ച് സ്വീകരിക്കുവാനായിട്ട്, വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച്, വിശുദ്ധി വർദ്ധിക്കുന്നതിനനുസരിച്ച്, പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച്, നമ്മളുടെ പാപങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിലേക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്, വിവേചനപരം വർദ്ധിക്കുന്നത്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.